ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ടർബോ UK-യിൽ റെക്കോർഡ് റിലീസിന് ഒരുങ്ങുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഇതിനോടകം 125ഓളം സെൻറ്ററുകൾ ലോക്ക് ചെയ്തിരുന്ന സിനിമ ഇന്ന് 140-ന് മുകളിലുള്ള ലൊക്കേഷൻസ് ഉറപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇനിയും കൂടും എന്നുള്ളത് തന്നെയാണ് അറിയാനുള്ളത്. ഓൾറെഡി ഇതിൻ്റെ ടിക്കറ്റ് ബുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നടക്കുകയും ഗംഭീര ബുക്കിംഗ് ആയി വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു ട്രെയിലർ പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം മറ്റൊന്നാണ്. ഈ സിനിമയ്ക്ക് വലിയ ഡിമാൻഡ് കൂടുന്നു. UK-ൽ അതിഗംഭീരമായിട്ടുള്ള ഒരു ബുക്കിംഗ് ആണ് വരുന്നത്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ലൊക്കേഷൻസിലാണ് ഇപ്പോൾ ഈ ഒരു സിനിമ UK-യിൽ നടക്കുന്നത്. ടുവേഴ്സ് ബിഗ്ഗസ്റ്റ് റിലീസിലേക്ക് തന്നെ എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി ജർമ്മനിയിൽ 60-നും മുകളിലുള്ള ലൊക്കേഷൻസിലാണ് ടർബോ റിലീസ് ചെയ്യാൻ പോകുന്നത്. ബിഗ്ഗസ്റ്റ് എവർ ഫോർ മോളിവുഡ് എന്ന് പറയുന്നത്, വൺ ഓഫ് ദ ഹയസ്റ്റ് ഇന്ത്യൻ റിലീസ് എന്നും തന്നെ പറയാം. അതായത് മലയാള സിനിമയിലെ ഏറ്റവും വലിയ റിലീസാണ് ജർമ്മനിയിൽ പോകുന്നത്. അതേപോലെ ഇന്ത്യൻ സിനിമയിലും ഇതൊരു വമ്പൻ റിലീസായിട്ട് തന്നെയാണ് വരുന്നത്. ബോളിവുഡിനെ പോലും കീഴടക്കുന്നു മലയാള സിനിമ എന്നുള്ളതാണ്. അത് നയിക്കുന്നത്, അമരത്ത് നിന്ന് നയിക്കുന്നത് മമ്മൂട്ടി എന്ന നമ്മളുടെ മമ്മൂക്കയും എന്നുള്ളതാണ്. ഒരു ട്രെയിലർ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് സിനിമയ്ക്ക് ഏത് റേഞ്ചിലാണ് ഹൈപ്പ് വന്നതെന്നുള്ളതിൻ്റെ തെളിവാണ് സിനിമ വിദേശ രാജ്യങ്ങളിൽ പോലും തിയേറ്ററുകൾ കൂടുന്നു എന്നുള്ള ഒരു വാർത്ത. ഇതിനോടകം തന്നെ ഗംഭീര ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കേരളത്തിൽ 400-ന് മുകളിലുള്ള തിയേറ്ററുകളാണ് പ്രതീക്ഷിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു മമ്മൂട്ടി സിനിമയ്ക്ക് 150-200 തിയേറ്ററുകൾ പിടിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. നമുക്കറിയാം, മികച്ച സിനിമകൾ ഇറക്കിവിട്ട മമ്മൂട്ടി എന്ന നടൻ കഴിഞ്ഞ 3-4 വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ മലയാളത്തിലെ ഏറ്റവും മികച്ച സിനിമകളെല്ലാം തന്നെ മമ്മൂട്ടിയുടെ പേരിലായിരുന്നു. പക്ഷേ മാർക്കറ്റിങ്ങിലെ പിഴവ് കൊണ്ട് മാത്രം കളക്ഷൻ കുറയുന്ന ഒരു കാര്യം. ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും വിത്ത് എല്ലാ രീതിയിലും അഭിനയവും എല്ലാം കൊണ്ടും മികച്ച രീതിയിലുള്ള സിനിമകളായിരുന്നു മമ്മൂട്ടി സിനിമകൾ. ഇവിടെ കഴിഞ്ഞ 4-5 വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച സിനിമയെന്ന് പറയാൻ കഴിയുന്ന, ഏറ്റവും മാസ് എലിമെൻ്റഡ് ക്ലാസിക് സിനിമ അല്ലെങ്കിൽ ക്ലാസ് എലിമെൻറ്റോട് കൂടിയ ഭീഷ്മപർവം എന്ന സിനിമയ്ക്ക് പോലും മാർക്കറ്റിങ്ങിലെ പിഴവ് ഒരുപാട് ചോർച്ചകൾ കൊണ്ടുവന്നിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ അതിഗംഭീരമായിരുന്ന സിനിമകളാണ്. അവസാനമായി ഇറങ്ങിയ മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച ഭ്രമയുഗം എന്ന സിനിമയ്ക്ക് പോലും 180-200 സ്ക്രീനുകളാണ് കേരളത്തിൽ നേടാനായത്. ഒരു പക്ഷേ 500 തിയേറ്ററെങ്കിലും ഉണ്ടാകുമെന്ന് ആരാധകർ ആഗ്രഹിച്ചു, ജനങ്ങൾ ആഗ്രഹിച്ചു. കാരണം അത്രത്തോളം മനോഹരമായ ഒരു സിനിമയ്ക്ക്. പക്ഷേ ഇക്കുറി മമ്മൂട്ടി കമ്പനി രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഗംഭീരമായിട്ടുള്ള റിലീസാണ് ഈ കുറി ഒരുക്കുന്നത്. എല്ലാ കുറവുകളും പരിഹരിച്ചുകൊണ്ട് വേൾഡ് വൈഡായിട്ട് മലയാള സിനിമ പേപ്പറിൽ മാത്രം കണ്ടിരുന്ന 40-ഉം 50-ഉം ചൈന പോലെയുള്ള റിലീസുകളുമൊക്കെ മാറ്റി എഴുതിക്കൊണ്ട് കൃത്യമായി 65 രാജ്യങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ 50-നും മുകളിലുള്ള രാജ്യങ്ങളിൽ സിനിമ ഉറപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഉറപ്പിച്ച് അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടേഴ്സും അതേപോലെ തന്നെ തിയേറ്റർ വരെ ചാർട്ട് ചെയ്യപ്പെട്ടിരുന്നു. എല്ലാ കാലത്തും അല്ലെങ്കിൽ ഇതുവരെ കണ്ട മലയാള സിനിമകളിലെല്ലാം പത്രത്തിലെ പൊലി തന്നെയായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ ചൈനയോട് ഉൾപ്പെടെ റിലീസ് ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും സംഭവിച്ചിരുന്നില്ല, ജനങ്ങളെ പറ്റിയില്ലായിരുന്നു എന്നുള്ളത് ഇപ്പോൾ വെളിവാകുകയും ചെയ്യുന്നു. എന്താണേലും ഒരു കാര്യം, ടർബോ അമ്മാതിരി ഒരു കൊലത്തൂക്കാണ്. ടർബോ ലോക്ക് ചെയ്തിരിക്കുന്നത് 140-ന് മുകളിലുള്ള UK സെൻറ്ററുകളാണെങ്കിൽ ജർമ്മനിയിൽ 60-ന് മുകളിൽ. ഒരു പക്ഷേ മലയാള സിനിമയെ കടത്തിവെട്ടുന്ന തരത്തിൽ UK-യിൽ 180-200 സെൻറ്ററുകളിലെത്തിയാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നിങ്ങൾ ആരൊക്കെയാണ് ഈ സിനിമ UK, US, ജർമ്മനി അല്ലെങ്കിൽ ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലിരുന്ന് കാണുന്നത്? ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാം. എങ്ങനെയാണ് അവിടുത്തെ പരിപാടികൾ, ഉഷാറല്ലേ എന്നുള്ളതും. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ ഒരിക്കൽ കൂടെ ചോദിക്കുന്നു, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.